ആശുപത്രിയിൽ വനിതാ ഡോക്ടർക്ക് നേരെ അക്രമം. വീട്ടിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗി എന്ന വ്യാജേനെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ കാണാൻ പർദ്ദ ധരിച്ചെത്തിയ 4 അംഗ സംഘമാണ് അക്രമം നടത്തിയത്. അക്രമത്തിൽ ഡോക്ടറിനും 2 സ്റ്റാഫിനും പരിക്കേറ്റു. CCTV ദൃശ്യങ്ങൾ വള്ളുവനാട് ന്യൂസിന്. ഞങ്ങൾ കൊല്ലും, ഞങ്ങളെ കുട്ടികളെ അനാഥരായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഉപദ്രവിക്കുന്നത്. നീ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയാൽ കൊല്ലുമെന്ന് പറഞ്ഞു. പിന്നെ വായ പൊത്തി പിടിച്ചു, ഒച്ച വെച്ചപ്പോ വായ പൊത്തി പിടിച്ചു. പിന്നെ ഒരുപാട് തെറികളൊക്കെ പറയുന്നു. പുറത്തിരിക്കുക സാധാ പേഷ്യന്റിനെ പോലെ OP എടുത്തിട്ട് അവരുടെ 29ആയിരുന്നു ടോക്കൺ നമ്പർ. അത് അതിന് വരെ കാത്തിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ടോക്കൺ നമ്പർ ആയപ്പോൾ അവരുള്ളിലേക്ക് 4 പേര് ഒന്നിച്ച് കയറിയ വഴിയെ വാതിലടച്ച് കുറ്റിട്ടു. എന്നിട്ടാണ് ഒരുപാട് ശബ്ദം കേട്ടപ്പോഴാണ് പിന്നെ ഞാൻ അതിൽ തള്ളി നോക്കിയത്. 2-3 പ്രാവശ്യം തള്ളിയിട്ടും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ലോണം അമർത്തി തള്ളിയപ്പോഴാണ് തുറന്നത്. അപ്പൊ ഉള്ളിക്ക് ഞാൻ കയറിയ പാടെ അവര് വീണ്ടും വാതിൽ കുറ്റിട്ടു. പിന്നെ ഉപദ്രവിക്കുകയായിരുന്നു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ വീട്ടിലെ പരിശോധനാ മുറിയിൽ വെച്ച 4 സ്ത്രീകൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. സീനിയർ ഡോക്ടർ സിനി ജലീലിനെയാണ് പെരിന്തൽമണ്ണ പഞ്ചമ സ്കൂളിനടുത്തുള്ള വീട്ടിലെ പരിശോധനാ മുറിയിൽ വെച്ച് ആക്രമിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30-നാണ് സംഭവം. പർദ്ദ ധരിച്ചെത്തിയ 4 പേരാണ് മർദ്ദിച്ചതെന്ന് പറയുന്നു. അക്രമത്തിൽ പരിക്കേറ്റ ഡോക്ടർ സിനിയെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രി ICUവിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിൽ ഡോക്ടറുടെ കൂടെയുണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. CCTV വിഷ്വൽസ് ഒക്കെ ഉണ്ട്. എന്തായാലും നോക്കുന്നുണ്ട്. ലേഡീസ് ആണെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഒന്നും ആയിട്ടില്ല. എന്താണ് അവര് പറയുന്നത്? അവര് പിന്നെ നമ്മുടെ വിക്ടിം പറയുന്നത് എന്താ പറയാ, അവര് വളരെ ബ്രൂട്ടലായിട്ടാണ് ആക്രമിച്ചത്. എന്തായാലും അതിന്റെ പ്രോപ്പറായിട്ടുള്ള സെക്ഷൻ എന്തായാലും ശക്തമായിട്ടുള്ള നടപടിയില്ല. സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ രോഗിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇതിനെ തുടർന്നാണ് സംഭവമെന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ താലൂക്കിൽ വെള്ളിയാഴ്ച ഡോക്ടർമാർ പരിശോധന നിർത്തിവെച്ച് സമരം നടത്തുമെന്ന് IMA ഭാരവാഹികൾ അറിയിച്ചു. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അത് 2 കൂട്ടരും കൂടി ചേർന്നുകൊണ്ട് നാളെ മുതൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തില് അതായത് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളരെയധികം ആശങ്ക രേഖപ്പെടുത്തുന്നു. ഇത്തരം ആക്രമണങ്ങൾക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ള പോലീസിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ വളരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിക്കുന്നത്. താലൂക്ക് അടിസ്ഥാനത്തിൽ നാളെ എല്ലാ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മെമ്പർമാരും ഡോക്ടർമാരും പൂർണ്ണമായിട്ടുള്ള നിസ്സഹകരണ സമരവും സ്റ്റെപ്പ് ഡൗൺ സമരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എമർജൻസി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആരോഗ്യ സേവനങ്ങളും നാളെ ഉണ്ടായിരിക്കുന്നതല്ല. ഇത് ഒരു സൂചന മാത്രമാണ്. ഇതില് കൃത്യമായിട്ടുള്ള ആക്ഷൻ പോലീസിന്റെയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമര പരിപാടികളുമായിട്ട് ഏതറ്റം വരെയും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിക്കുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.